ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്നലെ നമ്മളെടുത്തത് ഏതായിരുന്നു? ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് അല്ലേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്തിട്ട് വേറെ ടോപ്പിക്കിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ചോദ്യം എഴുതിക്കോ എല്ലാവരും. 2a + b a - 2b 5c - d 4c + 3d. ഇതാണ് ഫസ്റ്റ് മെട്രിക്സ് equal to -3 24. ചോദ്യം എഴുതിയില്ല എല്ലാവരും? അപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് ഇതായിരുന്നു. ഈക്വൽ ടു രണ്ടാമത്തെ മെട്രിക്സ് വന്നിട്ടുണ്ട് 4 - 3 11 24. ഇത് നമ്മളെങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ രണ്ട് മെട്രിക്സും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ഇതിലത്തെ ഫസ്റ്റ് എലമെൻറ്റും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 2a + b = 4. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടുമോ? ഇല്ല. കാരണം എന്താ? രണ്ട് വേരിയബിൾസ് ഉണ്ട് ഇവിടെ, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വാല്യൂ ഒന്നും കിട്ടില്ല. അപ്പോൾ എയും ബിയും വരുന്ന വേറെ ഇക്വേഷൻ ഏതാ ഉള്ളതെന്ന് നോക്കാം. ഇവിടെ വേറൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, എയും ബിയും വരുന്നത്. ഇതൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അത് ഇക്വേറ്റ് ചെയ്ത് എങ്ങനെയാണ് കിട്ടാം? a - 2b = -3. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്ന് എയും ബിയും വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷനും ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ നമുക്ക് സോൾവ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിലേതെങ്കിലും വാല്യൂസ് സെയിം ആക്കണം. ഇവിടെ നോക്കി, ഫസ്റ്റ് ഇക്വേഷനിൽ 2a + b, രണ്ടാമത്തെ ഇക്വേഷനിൽ എ മാത്രമേ ഉള്ളൂ, a - 2b ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും വാല്യൂ, അതായത് ഒന്നില്ലെങ്കിൽ എയും സെയിം ആക്കണം, അല്ലെങ്കിൽ ബിയും ഈക്വൽ ആക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എ തന്നെ ഈക്വൽ ആക്കാം. എ ഈക്വൽ ആക്കണമെങ്കിൽ എന്താ? ഒരു 2 വേണം ഇവിടെ അല്ലേ. ഫസ്റ്റ് ഇക്വേഷനിൽ 2a അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു 2a ഉണ്ടെങ്കിൽ അത് ഈക്വൽ ആയാനേ. അപ്പോൾ നമുക്ക് എയുടെ ഫ്രണ്ടിൽ മാത്രമായിട്ട് 2 ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനെ മൊത്തത്തിൽ നമ്മൾ ഇൻറ്റു 2 ചെയ്തു. അപ്പോൾ എങ്ങനെ വരുമോ ഇക്വേഷൻ? 2a - 2b ഓൾറെഡി അവിടെ ഉണ്ട്, അവിടെ ഒരു 2ഉം കൂടി ഇൻറ്റു ചെയ്തപ്പോൾ എത്ര കിട്ടിയ? 4b ആയി. ഈക്വൽ ടു, ഇനി ഇവിടെ ഇൻറ്റു ചെയ്യണം കേട്ടോ, -3 × 2 എത്ര കിട്ടാൻ? -6. ഇങ്ങനെയായി മാറി ഇക്വേഷൻ. നമുക്ക് ഇക്വേഷൻസ് വീണ്ടും ഒന്ന് എടുത്ത് എഴുതാം. 2a + b = 4. അടിയിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ മാറി? 2a - 4b = -6. ക്ലിയർ അല്ലേ? ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2a ഉണ്ട് 2a ഉണ്ട്. അപ്പോൾ നമുക്ക് മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ ആ എയുടെ ടേം മാത്രം ക്യാൻസൽ ആയി പോവും, ബിയുടെ ടേം അവിടെ വരും അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 2a - 2a ഇവിടെ 0 ആയി. ഇനി b - -4b. ക്ലിയർ ആയി എല്ലാവർക്കും? അതായത് ഇവിടെ +b ആണ്, b നമ്മളെന്താ ചെയ്യേണ്ടത്? -4b. അപ്പോൾ എങ്ങനെ മാറി ഇക്വേഷൻ? b + 4b എന്നായില്ലേ. അപ്പോൾ എത്ര വന്നു? 5b. = അതേപോലെ തന്നെ ഇവിടെ 4 - -6. അപ്പോൾ 4 + 6 എന്നായി. 4 + 6 എത്ര? 10 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ കണ്ടെത്താം. b = 10 / 5 എത്ര? 2 കിട്ടി. ക്ലിയർ ആയില്ല എല്ലാവർക്കും? അപ്പോൾ ബിയുടെ വാല്യൂ 2 കിട്ടി. നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ബിയുടെ വാല്യൂ 2 ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എയും കിട്ടും. നമുക്കിത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2a + b = 4 ആയിരുന്നില്ലേ. അവിടെ ബിയുടെ സ്ഥലത്ത് 4 അപ്ലൈ ചെയ്യുക. 2 അപ്ലൈ ചെയ്യുക. 2a + 2 = 4. അപ്പോൾ 2a എത്ര കിട്ടും? 2a = 4 - 2. 2a = 2. a = 2/2, അതായത് 1. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പോൾ ഇവിടെ നമുക്ക് എയുടെ വാല്യൂയും കിട്ടി, ബിയുടെ വാല്യൂയും കിട്ടി. a1ഉം b2ഉം. ഓക്കെ അല്ലേ? ജസ്റ്റ് എല്ലാവരും ഒന്നിപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ സിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതും കണ്ടുപിടിച്ച് നോക്കാം. എ കിട്ടിയത് ഇവിടെ സൈഡിൽ എഴുതി വയ്ക്കാം. a = 1, b = 2.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5c മൈനസ് ഡി ഈക്വൽ ടു എത്രയാണ്? 11. അടുത്ത എന്തായിരുന്നു ഇനി? 4c പ്ലസ് 3d ഈക്വൽ ടു 24. അപ്പോൾ ഈ ഇക്വേഷനിലും രണ്ടും ഒന്നും ഈക്വൽ ആയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനെ നമുക്ക് സെയിം ആക്കി മാറ്റണം. അപ്പോൾ ഏതായിരിക്കും എളുപ്പം? നോക്കിയേ, ഇവിടെ 5cയും ഇവിടെ 4cയും അതിനെ ഈക്വൽ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയേ ഡി നോക്കാം. ഇവിടെ 3d ഉണ്ട് ഓൾറെഡി, ഇവിടെ ഡി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഒരു 3 വന്നിട്ടുണ്ടെങ്കിൽ 3d ആയില്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഇക്വേഷനെ മൊത്തത്തിൽ ×3 കൊണ്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? 5c × 3 എന്ന് പറയുമ്പോൾ എത്രയായി? 15c എന്നായി അല്ലേ? ഇനി ഇവിടെ ഡി മാത്രമേ ഉണ്ടായുള്ളൂ. അവിടെ ഒരു 3 ചെയ്തപ്പോൾ നമുക്ക് 3d കിട്ടി. പിന്നെ ഇവിടെ എന്താ 11 × 3 ചെയ്തപ്പോൾ 33 കിട്ടി. ഇനി അടിയിൽ ഇക്വേഷൻ നമ്മുടെ 4c പ്ലസ് 3d ഈക്വൽ ടു 24. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണോ ചെയ്യേണ്ടത്? അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. നേരത്തെ ഇക്വേഷനിൽ നമ്മൾ മൈനസാണ് ചെയ്തത്. കാരണം 2a യും 2aയും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരെണ്ണം -3dയും ഒരെണ്ണം പ്ലസ് 3dയോ അല്ലേ? ഒരെണ്ണം -3dയും ഒരെണ്ണം പ്ലസ് 3dയും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ പ്ലസ് ചെയ്താൽ പോരെ? അത് 0 ആയിട്ട് പോകാൻ ഇക്വേഷനെ മൊത്തത്തിൽ നമുക്ക് പ്ലസ് ചെയ്യാം. പ്ലസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 33 പ്ലസ് 24 എത്ര കിട്ടി? 57 കിട്ടി അല്ലേ? 57. ഇനി ഇത് പ്ലസ് ചെയ്തപ്പോൾ -3dയും പ്ലസ് 3dയും പ്ലസ് ചെയ്തപ്പോൾ 0 വന്നു. ഇവിടെയോ 15c പ്ലസ് 4c 19c കിട്ടി അല്ലേ? 19c ഈക്വൽ ടു 57. c ഈക്വൽ ടു 57/19 എത്ര വന്നു? 3. ഓക്കെ, 3 കിട്ടി. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ, ഈ ചെറിയ ഇക്വേഷൻ തന്നെ എടുക്കാം. 5c മൈനസ് ഡി ഈക്വൽ ടു 11. ഇതിൽ നമ്മൾ സി അപ്ലൈ ചെയ്തു. 5 × 3 മൈനസ് ഡി ഈക്വൽ ടു 11. 15 മൈനസ് ഡി ഈക്വൽ ടു 11. നമ്മൾ ഈ മൈനസ് ഡീനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് എന്നെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി. ഇപ്പോൾ 15 ഈ പ്ലസ് 11 ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. -11 ഈക്വൽ ടു മൈനസ് ഡി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഡി ഈക്വൽ ടു എത്ര? 15 മൈനസ് 11 എത്ര കിട്ടി? 4 കിട്ടി. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആയില്ലേ? ഇപ്പോൾ എല്ലാ വാല്യൂയും നമുക്ക് കിട്ടിയില്ലേ? A1 കിട്ടി, B2 കിട്ടി, C3, D4. അപ്പോൾ എല്ലാം കിട്ടിയത് അവസാനം ഒരുമിച്ചൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. A1 B ഈക്വൽ ടു 2 C ഈക്വൽ ടു 3 D ഈക്വൽ ടു 4. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ മെത്തേഡ് കണക്കുകൾ വരാം. ഇതിന് വരാവുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള കണക്കെന്ന് പറയാൻ ഇത് തന്നെയുള്ളൂ. ബുദ്ധിമുട്ടല്ല, നിങ്ങൾക്കിപ്പോൾ ചെയ്തപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു 2-3 പ്രോബ്ലംസ് നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്ക് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് അടുത്തായി നമുക്ക് ചെയ്യാൻ പോകുന്നതാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. 1 2 3 3 2 0 കിടക്കട്ടെ 0. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് പറയാണ് ഫൈൻഡ് 2a. അപ്പോൾ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്കറിയാം. നമുക്ക് 2a കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? 2a എന്ന് പറഞ്ഞ മെട്രിക്സ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്മുടെ എ തന്നെ എഴുതാം. 1 2 3 3 2 0. അതായത് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി, ഒരു നമ്പർ ഉണ്ടാവും. നമ്പറോ എന്ത് വേരിയബിൾ വേണമെങ്കിലും ആവാം. അതിനെ എല്ലാ എലമെൻസുമായിട്ട് നമ്മൾ ജസ്റ്റ് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ 2 × 1 എത്ര? 2 കിട്ടി. 2 × 2 4. 2 × 3 6. ഇവിടെ എത്ര കിട്ടും? 6 4. 2 × 0 0. കണ്ട? അപ്പോൾ ആ സ്കേലാർ ഏത് സ്കേലാർ നമ്പറാണോ നമുക്ക് തന്നേക്കുന്നത് ആ നമ്പർ എല്ലാ എലമെൻസുമായിട്ട്
വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അറിയുന്നത് മെട്രിക്സ് അഡീഷൻ അതേപോലെ മെട്രിക്സ് സബ്സ്ട്രാക്ഷനുകൾ പഠിക്കാം. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഈക്വൽ ടു 1 2 3 4, ബി ഈക്വൽ ടു 4 5 6 7. ഇനി എ പ്ലസ് ബി അതേപോലെ എ മൈനസ് ബി നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. എ പ്ലസ് ബി, അതായത് ഇതിലത്തെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ആഡ് ചെയ്യുക. 1 + 4 ഇത്ര വന്നു. നമ്മളിപ്പോൾ എ പ്ലസ് ബി ആട്ടാ ചെയ്യണത്. എ പ്ലസ് ബി ആണ് നമ്മൾ ചെയ്യണത്. എ പ്ലസ് ബി ഫസ്റ്റ് എലമെൻറ്റും ഈ ഫസ്റ്റ് എലമെൻറ്റും ആഡ് ചെയ്യുക. 1 + 4 5 കിട്ടി. ഇവിടെ സെക്കൻഡ് എലമെൻറ്റും ഈ സെക്കൻഡ് എലമെൻറ്റും 7. ഇനി 3 + 6 9 കിട്ടി. 7 + 4 എത്ര വന്നു? 11 കിട്ടി. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ എ പ്ലസ് ബി. ഇനി നമുക്ക് എ മൈനസ് ബി അതേപോലെ കണ്ടു നോക്കാം. എ മൈനസ് ബി കണ്ടുപിടിക്കാം. അപ്പോൾ 1 - 4 എന്ന് പറഞ്ഞാൽ -3 അല്ല 2 - 5 എത്ര കിട്ടി? അതും -3 അല്ലേ? 2 - 3 -3 അല്ലേ കിട്ടുക? 2 - 5 എന്ന് പറഞ്ഞാൽ -3 അല്ലേ? ഇനി 3 - 6 അതും -3 വന്നു. 4 - 7 അതും -3. ഇതാണ് എ മൈനസ് ബി. അപ്പോൾ മെട്രിക്സ് അഡീഷൻ വന്നാലും സബ്സ്ട്രാക്ഷൻ വന്നാലും അതേപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വന്നാലും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. എല്ലാ എലമെൻസിലോട്ടും അതിങ്ങനെ കൊടുത്താൽ മതി. ഇനി നമുക്ക് അത് വെച്ചൊരു 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. എല്ലാവരും എഴുതിക്കോട്ടോ. എ ഈക്വൽ ടു 1 2 3 2 3 1. ഇതാണ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 3 2 3 1. ഇനി ബി ഈക്വൽ ടു 3 - 1 3 - 1 0 2. ഫൈൻഡ് 2a - b. 2a - b ആണ് നമ്മളോട് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2a കണ്ടുപിടിക്കാം. 2a എന്ന് പറഞ്ഞ മെട്രിക്സ് കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മൾ ചെയ്യും? ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഒപ്പം 2 ഇൻറ്റു ചെയ്ത് കൊടുത്താൽ പോരെ? എല്ലാത്തിൻ്റെ ഒപ്പം എല്ലാ എലമെൻസിൻ്റെ ഒപ്പം 1 × 2 2 കിട്ടും. 2 × 2 4 6 4 6 2. ക്ലിയർ ആയില്ലേ? 2a കിട്ടി നമുക്ക്. ഇനി ബി എന്തായിരുന്നു? ബി ഇത് തന്നെ. ഇനി നമുക്ക് 2a - b ആണ് ചെയ്യേണ്ടത്. 2aയിൽ നിന്ന് b കുറയ്ക്കണം. 2a - b നമുക്ക് എഴുതാം. 2a - b. ആദ്യം 2a എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാം. 2 4 6 4 6 2 മൈനസ് b. b എന്തായിരുന്നു? 3 - 1 3 - 1 0 2. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് ഇത് 3 മൈനസ് ചെയ്യാം. 2 - 3 എത്ര വന്നു? -1 വന്നു. 4 - -1. അപ്പോൾ 4 - -1 എന്ന് പറഞ്ഞാൽ എത്രയായി? 4 + 1 ആയി. അപ്പോൾ അവിടെ 5 കിട്ടും കേട്ടോ. ശ്രദ്ധിച്ചോളൂ, സൈനുകളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ചെയ്യുമ്പോൾ. ഇനി 6 - 3 3 വന്നു. 4 - -1 അപ്പോൾ 4 + 1 ആയി. അവിടെയും 5 കിട്ടി. ഇനി 6 - 0 0 കേട്ടോ. 6 - 0 എന്ന് പറഞ്ഞാൽ 6 തന്നെ. 2 - 2 0. ഇതാണ് നമ്മുടെ 2a - b. ഓക്കെ അല്ലേ എല്ലാവർക്കും? 2a - b ഇത്രേ ഉള്ളൂ. 2a - b. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഈ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് നാളെയും കൂടി ഒരു ചെറിയ സെഷനും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ മൊത്തം ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സെഷനും കൂടി നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യം എഴുതിക്കോ എല്ലാവരും. സിംപ്ലിഫൈ
കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ അല്ലേ? എഴുതിയെടുത്തില്ല എല്ലാവരും? ഇനി ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യം നോക്കിയേ, ഒരു കോസ് തീറ്റ പുറത്തെടുക്കുന്നുണ്ട്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റ കിട്ടി. ഇനി കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതി നമ്മൾ. ഇനി ഇവിടെ എന്താ? കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, അപ്പോൾ അത് തന്നെ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ. ഇനി കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അപ്പോൾ എന്ത് വന്നു? കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ എല്ലാവർക്കും? ഇത് എഴുതിയതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ജസ്റ്റ് വെറുതെ മൾട്ടിപ്ലൈ ചെയ്തു, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റയായി അല്ലേ? കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ നമ്മൾ അങ്ങനെ തന്നെ എഴുതി, കോസ് തീറ്റ സൈൻ തീറ്റ. അതേപോലെ കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ, മൈനസ് നമ്മൾ പുറത്ത് നിർത്തി, എന്നിട്ട് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് എഴുതി. പിന്നെ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇതേപോലെ സൈനിനെ നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ത് വന്നു? സൈൻ സ്ക്വയർ തീറ്റയായി. ഇവിടെ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, അതേപോലെ തന്നെ സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഇനി സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് പ്ലസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റും ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതെന്താണ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? എല്ലാവർക്കും ഓർമ്മയില്ലേ നമ്മൾ പണ്ട് പഠിച്ചത്? അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇതറിയാത്തവരുണ്ടെങ്കിൽ ഇതെവിടെയെങ്കിലും സൈഡിൽ എഴുതി ഒരു ബോക്സിലാക്കി വെച്ചോളൂ കേട്ടോ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി നമുക്ക് എന്താ അടുത്ത എലമെൻറ്റ്? കോസ് തീറ്റ സൈൻ തീറ്റ. ഇവിടെ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, അത് രണ്ടും സെയിം അല്ലേ? കോസ് തീറ്റ സൈൻ തീറ്റയും കോസ് തീറ്റ സൈൻ തീറ്റയും സെയിം അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവും ഇവിടെ ഉള്ളത് നെഗറ്റീവും ആണ്. ക്ലിയർ ആയ? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും സെയിം നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 0 വന്നു. അതേപോലെ അടുത്തത് നോക്കിയേ, ഇവിടെ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ, ഇവിടെ പോസിറ്റീവ് കോസ് തീറ്റ സൈൻ തീറ്റ, സെയിം അല്ലേ? ഇവിടെ ഞാനിപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതിയേക്കുന്നത്, അത് തിരിച്ച് കോസ് തീറ്റ സൈൻ തീറ്റ ഇട്ടാലും ക്ലിയർ ആണ്, ഇൻറ്റു അല്ലേ? അപ്പോൾ ഇവിടെ മൈനസും ഇവിടെ പോസിറ്റീവും, അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 0 ആയി. ഇനി വീണ്ടും നോക്കി അടുത്തത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, അത് വീണ്ടും 1 വന്നു. ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഉത്തരം. ഈ മെട്രിക്സിന് എന്തെന്ന് നമ്മൾ പറയാം? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നാട്ടാ പറയാം. ഡയഗണലി 1 വന്നു, പിന്നെ സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് എൻഡ് ചെയ്യാം. ബാക്കി നാളെ ഒരു ചെറിയ സെഷനും കൂടി എടുത്തിട്ട് ഈ ചാപ്റ്റർ മൊത്തം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇതിൽ വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.